അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥം ഏൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ
ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit of power and grace. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ ഒരു വചനം പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ല. നമുക്കൊന്ന് വായിക്കാതെ റോമ 8:32. സ്വപുത്രനെ പോലും, അടിപൊളി, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ക്രിസ്തുവിന് നൽകിയത് ദാനമാണെന്നുള്ളത് അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇനിയിപ്പോൾ പറയണത് എന്താണെന്നറിയാമോ? ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞല്ലേ, നമ്മൾ ഈ സമസ്തവുമാണ് നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കുന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. സമസ്തവും നേടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഒഴിവാക്കും. പക്ഷെ ആ നേടിയ സമസ്തവും ബൈബിൾ എന്താ പറയണത്? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതാ വിഷയം. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അതാ വിഷയം. അപ്പൊ ആൾക്കാരുടെ രീതി എന്ന് വെച്ചാൽ സമസ്തവും നേടാൻ വേണ്ടി യേശു ക്രിസ്തുവിനെ ഒഴിവാക്കും. ആ സമസ്തത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ബൈബിൾ വിളിക്കുന്ന പേരാണ് ലോകം. എന്നിട്ട് ഈ സമസ്തവും നേടിയാലും നീ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ ആത്മാവ് നഷ്ടപ്പെടും. എന്ത് പ്രയോജനം? അതാണ് വിഷയം. അപ്പം നമ്മളെ പോലുള്ള ഓപ്ഷൻ ഇതാണ്: സമസ്തം ഒഴിവാക്കുക, യേശുക്രിസ്തുവിനെ നേടുക. അവിടെ സമസ്തം ഒഴിവാക്കുന്ന ഒരു രീതി പൗലോസ് പറയും, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്ന് പറയും. ഫിലിപ്പിയർ 3:8. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതുകയുമാണ്. അപ്പോഴേ അവനില്ലാത്ത എല്ലാ സംഭവത്തെയും ബൈബിള് വേസ്റ്റ് എന്ന വാക്കുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമസ്തവും ചില സമയത്ത് വേസ്റ്റിന്റെ മറ്റൊരു വാക്കായിട്ട് മാറും. അത് ഈ ക്രിസ്തു അവിടെ ഒരു കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാസ്വേഡ് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പം ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പം തന്നെ ചിലരുടെ മൊബൈൽ നമ്മൾ തുറക്കണമെങ്കിലും ഒക്കെ ആ മൊബൈലിൻ്റെ ഒരു പാസ്വേഡ് ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും പാസ്വേഡ് ഉണ്ട്. വഴിയെ പോണ അവർക്ക് ആർക്കും ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. അതുപോലെ തന്നെയാണ് പല വചനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. സത്യസന്ധമായിട്ട് ക്രിസ്തുവിനെ ആഗ്രഹിക്കണം. പരമപിതാവ് ക്രിസ്തുവിനെ നമുക്ക് തരുന്നതിന് ഒരു പഞ്ഞവുമില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ ക്രിസ്തുവിനെ നമുക്ക് തന്നതാണ്.
പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ, നമുക്കൊരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും വേണ്ട, ബ്ലോക്കിൽ നിന്ന് 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും അവർ വന്ന് ആദ്യം ഇൻഫ്രാസ്ട്രക്ചർ നോക്കും. ആ കോഴിക്കുഞ്ഞ് ഇവിടെ വളരാൻ പറ്റിയ സാഹചര്യം ഉണ്ടോ, അതിന് കൂടുണ്ടോ, മറ്റു തരത്തിലുള്ള ഇത് ട്രെയിൻ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ്, എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർ സെമിനാറൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള വിഷയങ്ങൾ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ക്രിസ്തുവിനെ പിതാവിൻ്റെക്ക് എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവ് ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരാൻ വേണ്ടിയുള്ള പൊതുപരിസരം ഉണ്ടാക്കാൻ പറയും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ഇപ്പം മറ്റുള്ളവരുടെ ശത്രുത, ചില ആൾക്കാർ ശത്രുത വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, അപ്പം ക്രിസ്തു വളരത്തില്ല. ചിലർക്ക് പക വെച്ചുകൊണ്ടിരിക്കത്തില്ലേ, ക്രിസ്തു വളരത്തില്ല. ചില ദുശ്ശീലങ്ങൾ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അപ്പം അത് വെച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അതിന് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തുവിനെ പരമപിതാവ് നമുക്ക് തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് തന്നെയല്ല, ക്രിസ്തു നമ്മളിൽ വളർന്നു വരാൻ സാധ്യതയില്ലെങ്കിലും ക്രിസ്തുവിനെ കിട്ടാൻ മാർഗമില്ല. ഇത് എല്ലാ മതങ്ങളെപ്പോലെ ഒരു മതമല്ല ഇത്. ഞാൻ 40 കൊല്ലം പൗരോഹിത്യവും 15 കൊല്ലം വിശ്വാസ ജീവിതവും കഴിഞ്ഞപ്പോൾ 40, 15, 55 കൊല്ലമാണ് ഞാൻ ഈ വിശ്വാസത്തെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 15 കൊല്ലം, 10 കൊല്ലം, 50 കൊല്ലം, ഇപ്പം 50 കൊല്ലമായി. 1/2 നൂറ്റാണ്ടാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകേട് വന്നാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ഞാൻ 50 കൊല്ലം ഈ വിഷയത്തിൽ ട്രെയിൻ കിട്ടിയ ആളാണ്. 10 കൊല്ലം സെമിനാരിയിലും 40 കൊല്ലം ഫീൽഡിലും ജീവിച്ചതിന് ശേഷം ആണ് ഞാനിത് പറയണത്. അപ്പോൾ എന്നെ നിങ്ങൾ ആ രീതി മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ എന്താ വിഷയം വെച്ചാൽ, ഞാൻ പകർന്നു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാസ്വേഡുകൾ നോക്കിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ കപ്പാസിറ്റി അനുസരിച്ച്, ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്, ദൈവം പണ്ടും അങ്ങനെയാണ്, അവരവരുടെ കഴിവനുസരിച്ചെന്നാണ് പറയണത്. കഴിവനുസരിച്ച് ഒരാൾക്ക് 10 താലന്തും, ഒരാൾക്ക് 5 താലന്തും, ഒരാൾക്ക് 2 താലന്തും അങ്ങനെ കൊടുക്കും. അത് പക്ഷേ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുവദിച്ചതിനെ ഓർത്ത് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ടിനു, ഹസ്ബൻഡ് ടോണി, ഞങ്ങളുടെ മകള് സീവ. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 18/3/2023 ഞങ്ങൾ കോട്ടയം മണ്ണാറുകുന്ന് സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഇടവകാംഗങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ കുഞ്ഞിന് 7 മാസത്തോളം പ്രായമുള്ളപ്പോൾ അവൾക്ക് ചെറിയ സ്പാസം പോലെ വരുമായിരുന്നു. കുറച്ച് നേരത്തേക്ക് കൊച്ചനങ്ങത്തൊന്നുമില്ല, കണ്ണൊക്കെ തുറച്ചിങ്ങനെ നോക്കും കുറച്ച് നേരം. അത് ആദ്യമൊക്കെ വളരെ കുറച്ച് സെക്കൻഡുകളെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ 1 മാസത്തോളം ഇങ്ങനെ നോക്കി. കാരണം വിദേശത്തുള്ളവർക്ക് മനസ്സിലാവും, പെട്ടെന്നൊന്നും സ്പെഷ്യാലിറ്റിയെ കാണാനായിട്ട് അവർ പെർമിഷൻ തരത്തില്ല. അപ്പോൾ ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് കൊച്ചിനിങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരുന്നപ്പം ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അവർ ഞങ്ങളോട് വീഡിയോ ഒക്കെ എവിഡൻസ് ചോദിക്കും, കാരണം അതെപ്പോഴും ഉണ്ടാകത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഞങ്ങളെ സ്പെഷ്യാലിറ്റിയിലേക്ക് റെഫർ ചെയ്തവർ. ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ 1-2 ദിവസം കുഴപ്പമൊന്നുമില്ല. പിന്നെയും കൊച്ചിനിങ്ങനെ തന്നെ വരുവാണ്. ഞങ്ങൾ സ്പെഷ്യാലിറ്റി വിളിച്ചില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഒത്തിരി റെഫറൻസ് ഉള്ളത് കൊണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എത്ര മാസമോ എത്ര വീക്കൊന്നും വെയിറ്റ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, വിളിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ വന്നപ്പം ഞങ്ങൾ ഇവിടെ എനിക്കറിയാവുന്ന ഒരു പീഡിയാട്രീഷ്യനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പം കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവരാം, ഇവിടെ നോക്കിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോ എല്ലാം സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനും എൻ്റെ ഒരു സീനിയറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് 2-3 ദിവസം വേണം, ഒരു വീക്കെൻഡാണ്, അപ്പം ഞാൻ വിളിച്ചോളാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ വാട്സപ്പിലെല്ലാം അയച്ചു കൊടുത്തു.
അതിനുശേഷം ഇടയ്ക്കിടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊച്ചിന് അത്രയും നാളുമൊക്കെ 10 സെക്കൻഡൊക്കെ ഉള്ളായിരുന്നു, 5 അല്ലെ 10 സെക്കൻഡ് ഇങ്ങനെ സ്പാസം വരത്തുള്ളൂ. അങ്ങനെ അയച്ചു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇങ്ങനെ തന്നെ വരുവാണ്. അത് കുറേ ഒരു 1/2 സെക്കൻഡോളം എടുത്ത് കൊച്ച് വെയിറ്റ് ചെയ്ത്. അപ്പം സാധാരണ റെസ്പോണ്ട് ചെയ്യും ഞാൻ വിളിക്കുമ്പോൾ അവളുടെ. ഇത് ഒന്നും ചെയ്യുന്നില്ല, കൊച്ചിങ്ങനെ അനങ്ങാതെ കിടക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പീഡിയാട്രിക് ഓൺലൈനിൽ ഹെൽപ്പ് ലൈൻ ഉണ്ട്, ഞങ്ങൾക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഭയങ്കരമായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കേസസ് ഉണ്ട്, അതുകൊണ്ട് കൊച്ചിന് ഇപ്പം ഫിറ്റ്സ് ഇല്ലെങ്കിൽ ഫിറ്റ്സ് ആണെന്ന കൺഫേം ഒന്നുമില്ല, പക്ഷേ ഇങ്ങനെ റെസ്പോണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന് കൊച്ച് അനങ്ങുന്നുണ്ട്, അവർ സംസാരിക്കാൻ നോക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ 5-6 മണിക്കൂർ EDയുടെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തത്തേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രി കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ. അപ്പം ഇതിനു മുമ്പ് ഞാൻ ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് 1-2 തവണ ഇവൾക്ക് വേണ്ടി അല്ലാതെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായ സമയത്ത്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ. അപ്പം എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഡോക്ടർമാരും ഒന്നും പറയുന്നില്ല, അവിടുത്തെ ഡോക്ടർമാരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എമർജൻസി പോലും കൊണ്ടുവരാനായിട്ട് അവർ സമ്മതിക്കുന്നുമില്ല. അപ്പം എന്നാ ചെയ്യണമെന്നറിയാതെ ഞാൻ പ്രാർത്ഥന മുറി വന്നിങ്ങനെ കരഞ്ഞ്, ഞങ്ങളുടെ പ്രാർത്ഥന മുറിയുടെ അവിടെ ഒരു കൃപാസന പത്രമുണ്ട്, മമ്മി എനിക്ക് ഒരു പ്രാവശ്യം ഓൺലൈൻ വീട്ടിൽ വന്നപ്പോൾ ലീവിന് വന്നപ്പോൾ തന്നു വിട്ട പത്രം, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ എൻ്റെ മനസ്സിലാരോ പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടാണ് വെബ്സൈറ്റെല്ലാം ഓൺ ചെയ്ത് നോക്കി കുറേ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഓരോ നിയോഗങ്ങൾ, അപ്പോൾ ആദ്യത്തെ നിയോഗം എഴുതാനായിട്ട് ഞാൻ തുടങ്ങിയപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേറെ നിയോഗമൊന്നും സാധിച്ചു തരണ്ട, എനിക്ക് ഇത് കൊച്ചിന് സൗഖ്യം മാത്രം കിട്ടിയാൽ മതി. കാരണം 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം മൈൽ സ്റ്റോൺസ്, അവൾക്ക് എന്തെങ്കിലും തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്കും സൗഖ്യം മാത്രം മതി, എനിക്ക് വേറെ എന്നാ നിയോഗം സാധിച്ചില്ലല്ലോ അത് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ നിയോഗവും എഴുതി 6 നിയോഗം എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പം ഓരോ സമയമുണ്ട്, പ്രത്യേക സമയത്താണ് അവൾക്ക് ഈ സ്പാസം വരുന്നത്, അതെനിക്ക് അറിയാം. അപ്പം പിറ്റേ ദിവസം തൊട്ട് ഞാൻ നോക്കി കൊച്ചിന് എങ്ങനെയുണ്ട്, അപ്പം ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം അപ്പം ഞാൻ തന്നാൽ ചെറിയ ഒരു ബ്രേക്ക് പോലായിരിക്കും, 2-ാമത്തെ ദിവസം 3-ാം ദിവസം കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഇപ്പം ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, സാധാരണ എൻ്റെ എന്തെങ്കിലും നിയോഗങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിയോഗിക്കാനുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വർഷങ്ങളെടുത്താണ് എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിരിക്കുക. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ടനിങ്, അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ട അന്നാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എൻ്റെ കൊച്ചിന് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് എനിക്കൊരു തെളിവ് വേണം. അപ്പം എനിക്കൊരു എന്തെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരും വിദേശത്ത് പോകുന്നതും അല്ലാതെ രോഗസൗഖ്യം കിട്ടിയത്. അപ്പം കുഞ്ഞുങ്ങളുടെ ഒരു സാക്ഷ്യവും ഞാൻ കണ്ടിട്ടില്ല അന്ന് വരെ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പം ഇറ്റലിയിൽ നിന്നൊരു ചേച്ചി വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ആ ചേച്ചിയുടെ കൊച്ചിനിങ്ങനെ എന്തോ പറ്റിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യം പോലും മാതാവ് എനിക്കത് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എൻ്റെ കൊച്ചിന് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് എനിക്കത് മനസ്സിലായി. അപ്പം ഇവിടുത്തെ പീഡിയാട്രീഷ്യൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, അതെന്നെ പീഡിയാട്രിയിൽ നിന്ന് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യാഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ സിസ്റ്റം തുറന്ന് നോക്കിയപ്പം പറയുക, ഞങ്ങൾക്കറിയത്തില്ല, ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. സാധാരണ റെഫറൻസ് ഫാമിലി ഡോക്ടറിൽ നിന്ന് സ്പെഷ്യാലിറ്റി പോകുമ്പോൾ അവർ ചുമ്മാ ഓൺലൈൻ റെഫറൻസാണ് വിടുന്നത്, അത് അന്നേരം തന്നെ അവർക്ക് അവിടെ കിട്ടും. പക്ഷേ കൊച്ചിൻ്റേത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുക, അവളുടെ അതുവരെ പോയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ സംഭവിച്ചതെന്ന്, ഞങ്ങളിപ്പം തന്നെ ഇട്ടേക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും റെഫറൻസ് ഇട്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ ഒരു പീഡിയാട്രീഷ്യൻ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു കൊച്ച് ഓക്കെ ആയിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട്. അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞാൻ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങിക്കാനായിട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കുറഞ്ഞതൊരു 10% ഡെപ്പോസിറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇടണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആപ്പാടെ 2%, 2.5% ഡെപ്പോസിറ്റ് ഇടാനായിട്ടുള്ള ഫണ്ടേ അന്നുള്ളൂ. അപ്പം ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് ഇവിടെയും നാട്ടിലും അവിടെയും ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും
പറ്റുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു 2-3 വർഷം കൂടെ വെയിറ്റ് ചെയ്യ്, അപ്പോഴേക്കും ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ കാരണം 6 നിയോഗങ്ങൾ ബാക്കി എല്ലാ കൊച്ചിൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ അന്നേരം തോന്നിയ നിയോഗങ്ങളാണ് എഴുതിയത്. അപ്പം ഞങ്ങൾ നേരത്തെ കോണ്ടാക്ട് ചെയ്ത ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും ഞങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ടൈം ഷോർട്ടനിങ്. ഞങ്ങൾക്ക് ഒരു 6 മാസം പോലും എടുത്തില്ല, ഒരു 3.5-4 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കീ ഞങ്ങൾക്ക് കിട്ടി. അത് കിട്ടി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് ആഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾക്ക് ആ വീട് ബ്ലെസ് ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. അപ്പോൾ ഓരോ കാര്യം നടക്കുമ്പോഴും മാതാവ് എന്നെ കാണിച്ചു തരുന്നുണ്ട്, ഇത് നിൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ഇത് നിനക്കിത് എനിക്ക് ഗ്രേസായിട്ട് കിട്ടിയതാണെന്ന് അമ്മ ഓരോ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തരുമ്പം കാണിച്ചു തരാറുണ്ട്. 3-ാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടിയത്, ഇത് ഞാൻ ഓൺലൈൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റാണ് ഇട്ടത്. കാരണം ഈ നിയോഗം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഞാൻ ഒരു നേഴ്സാണ്, ഞങ്ങൾ വിദേശത്തായിട്ട് വളരെ വർഷങ്ങളായി. അപ്പം ഞാൻ ഇവിടെ ഡിപ്ലോമയാണ്, അവിടെ ചെന്ന് BSc എല്ലാം പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷണലായിട്ട് എനിക്ക് ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാം. എനിക്കൊരു യോഗ്യതയുണ്ട്, എനിക്ക് കിട്ടും, എനിക്ക് BSc നേഴ്സായിട്ട് എനിക്കവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എൻറോൾഡ് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് 6ൻ്റെ താഴെ EN എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്ന് കിട്ടിയതായതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു. 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനിനി ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാനൊരു പുതിയ കോഴ്സ് പഠിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊരു 2 കോഴ്സ് സെലക്ട് ചെയ്തു. പക്ഷേ ആ സമയത്താണ് വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടത്. അപ്പം സാറ് പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും ഒരിക്കലും നടക്കത്തില്ലെന്ന് നിങ്ങൾ തോന്നുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ അതങ്ങ് മറന്നു കളയും, പിന്നെ അത് വിഷമമായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം, ഇങ്ങനെ ഒരു ടോക്ക് കേട്ടു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, ഇത് നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ അവർ പിന്നെ മാറ്റത്തില്ല. അപ്പം എനിക്ക് ഓൾറെഡി എൻറോൾഡ് നേഴ്സായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ഞാൻ അവരെ വർഷങ്ങളായിട്ട് അതിന് മുമ്പും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വ്യക്തമായിട്ട് എന്നോട് ഇമെയിൽ ത്രൂ പറഞ്ഞിട്ടുണ്ട്, നീ ഇത് ഒന്നെങ്കിൽ നിനക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് 18 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് BN പഠിക്കാതെ ഇനി നിനക്ക് RN പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് അയച്ച ഇമെയിൽ ഞാൻ വീണ്ടും അവർക്ക് കോപ്പി പേസ്റ്റ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ നിങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു, എൻ്റെ സീനിയർ ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെന്നെ ഒരു ഇമെയിൽ അയച്ചു. അത് 1-2 പ്രാവശ്യം ഇതിനു മുമ്പും കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. പിന്നീട് എനിക്ക് അവരുടെ സീനിയർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കമ്മിറ്റി കൂടി ഞങ്ങളൊരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഒരു 1-1.5 മാസത്തിനുള്ളിൽ എനിക്ക് അവിടുന്ന് റിപ്ലൈ വരികയാണ്. എനിക്ക് ക്യാപ്പ് പോലൊരു ചെറിയ ഷോർട്ട് കോഴ്സ്, അത് എനിക്ക് വേണ്ടി മാത്രം ചെയ്യാം, അത് 2-3 ഒപ്പീനിയനുണ്ട്, അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ പറയുന്നത്, അത് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നിനക്ക് പ്ലേസ്മെൻറ്റ് തരുന്ന ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ നീ അവിടെ ചെന്ന് ചോദിച്ച് നീ ചെയ്തോ, ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രശ്നമൊന്നുമില്ലെന്ന്. അത് ആ പേപ്പർ കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അങ്ങനെ ഒരിക്കലും ഒരു ആൾക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വില്ലിംഗ്ടൺ ആണ്, അവരവിടെ വിളിച്ച് നമ്മളെ പേഴ്സണലി അവർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, ചെയ്താൽ തന്നെ. പക്ഷേ ഇതെല്ലാം ഓൺലൈൻ വഴി, അവരെന്നെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കവർ പേപ്പർ ഒഫീഷ്യലി തന്നു, ഞാൻ കോൺടാക്റ്റ് ചെയ്തു ഓരോ കോളേജിൽ. പക്ഷേ ഞാൻ ഓരോ ആൾക്കാരെ ഞാൻ ഇതിനു വേണ്ടി കാണുമ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഓരോ മനുഷ്യരെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി അവിടെ നിയോഗിക്കുന്നതാണ്. അതും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അവിടെ അങ്ങനെയൊന്നും ആർക്കും വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്മാരൊന്നും ആർക്കും വേണ്ടി ഒരു ഇൻഡിവിജ്വലി ഒന്നും ചെയ്യാറില്ല. എനിക്ക് വേണ്ടി മാത്രം അവരൊരു കോഴ്സ് ലാസ്റ്റ് ഇയർ BNൽ എനിക്ക് പ്ലേസ്മെൻറ്റ് തന്നു. അതും ഇൻറ്റേൺഷിപ്പ് തുടങ്ങാൻ പോകുന്ന പിള്ളേരുടെ കൂട്ടത്തിൽ. അതൊക്കെ വലിയ അത്ഭുതം. അത് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. പ്ലേസ്മെൻറ്റിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ബാഡായിട്ട്. പക്ഷെ പരിശുദ്ധ അമ്മ അവിടെ നിന്ന് എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു.
എനിക്ക് സ്റ്റേറ്റ് എക്സാം ഒന്നും എഴുതാതെ തന്നെ സാധാരണ അവിടുത്തെ കോളേജിൻ്റെ എക്സാം എല്ലാം എഴുതി എന്നെ അപ്പം പറയേണ്ടത്, ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് സാക്ഷ്യങ്ങൾ കാണാനായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ഒത്തിരി അനുഭവം കിട്ടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, മാതാവേ എനിക്ക് വെഞ്ചരിച്ച് എന്തെങ്കിലും ഒരു വസ്തു, എനിക്ക് ഉപ്പാണ് എനിക്ക് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ സ്റ്റക്ക് ചെയ്ത് ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെഞ്ചരിച്ച് ഉപ്പ് കിട്ടാനായിട്ട് ഒരു മാർഗവും ഇല്ല. പക്ഷേ മമ്മി ഇങ്ങനെ ഉടമ്പടി എടുത്ത് 1-2 മാസം കഴിഞ്ഞപ്പം പറഞ്ഞു, മമ്മി ഇവിടെ വന്നു, ഇവിടുന്ന് വെഞ്ചരിച്ച ഉപ്പ് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചു, ഞാനത് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടൊന്നുമില്ല, മമ്മി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് കിട്ടിയതാണ് വെഞ്ചരിച്ച ഉപ്പ്. അപ്പം എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസം ഉണ്ടെങ്കിൽ അന്ന് തൊട്ട് തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞിന് പ്രത്യേകിച്ച് അവർക്ക് അസുഖങ്ങൾ പനിയൊക്കെ വരുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ 10 വർഷത്തിൽ പൊക്കത്തായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ലാസ്റ്റ് സെമസ്റ്ററിലോട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. 2-3 മാസം കൊണ്ട് 3 വർഷത്തെ എക്സാം, അവിടുത്തെ സ്റ്റേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യണമെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിധത്തിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 3 വർഷത്തെ ഉള്ളത് 2-3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എപ്പം പഠിക്കാനിരുന്നാലും മാതാവ് എപ്പോഴും ഞാൻ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപയോഗിക്കുകയും പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉന്നതമായ ഒരു സ്കോറോടുകൂടി കർത്താവ് എനിക്ക് വിജയം നൽകി. അതിനുശേഷം അവർ പറഞ്ഞു സ്റ്റേറ്റ് എക്സാം എഴുതണ്ട, എനിക്ക് സാധാരണ എക്സാം അവിടുത്തെ കോളേജിൻ്റെ എക്സാം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. പ്ലേസ്മെൻറ്റും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് തീരാറായപ്പം എൻ്റെ മാനേജർ എന്നോട് പറയുവാണ്, ഞാൻ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. അവരെന്നോട് പറഞ്ഞു, ടിനു വേറൊരു സ്ഥലത്തോട്ട് ജോലി നോക്കിയോ, കാരണം ന്യൂസിലാൻഡിൽ ജോബ് ഫ്രീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അപ്ലൈ ചെയ്തു, ജോലി കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം ഇപ്പം നിലവിലുള്ള ഒരൊറ്റ വേക്കൻസി പോലും ഫില്ല് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടെല്ലാം അപ്ലൈ ചെയ്തു. ഒരിടത്തുനിന്നും ഞങ്ങൾക്ക് റെസ്പോണ്ട് പോലും വരുന്നില്ല. ഒരു 50-55 സ്ഥലത്തെങ്കിലും ഞാൻ 1-2 ആഴ്ച കൊണ്ട് അപ്ലൈ ചെയ്തു, എങ്ങോന്നും ഒരു റെസ്പോൺസ് വരുന്നില്ല. അതിനുശേഷം എനിക്ക് ചെറിയൊരു വിഷമം വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വന്നു, ഇത്രയും വരെ എത്തിച്ചത് മാതാവാണ്, പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ മെറിറ്റിൽ ഞാൻ അത് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഈ RN-ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നതാണ്. അപ്പോൾ എനിക്ക് മാതാവിനറിയാമല്ലോ എനിക്ക് ജോലിയുടെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ മാതാവ് തന്നോളൂ എന്ന് എനിക്ക് ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 7 മാസത്തോളം എനിക്ക് ജോലിക്ക് പോകാതെ തന്നെ എനിക്ക് അത് പ്ലേസ്മെൻറ്റ്, പഠിത്തം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടാനുള്ള താമസം, അതിനെല്ലാം വരെയുള്ള ആനുവൽ ലീവും എല്ലാം തന്നിട്ടാണ് പരിശുദ്ധ അമ്മ എല്ലാം അറേഞ്ച് ചെയ്തെന്നുള്ളതാണ്. ആ സമയത്തിനുള്ളിൽ ഒരു വിധത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാതാവിനെ അറിയിച്ചില്ല. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുവാണ്, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അത് കേൾക്കുമ്പോൾ അറിയാം, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഒരു 1-1.5 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ ഇരുന്നപ്പോഴൊന്നും അവരെന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു, എൻ്റെ ഹെഡിനോട് സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് ഇമെയിൽ കാണിച്ചിട്ട് അവരെന്നോട് പറയാണ്, എൻ്റെ മുകളിലുള്ള ഏകദേശം 8ഓളം മാനേജേഴ്സ് അപ്രൂവ് ചെയ്തിട്ട് നിൻ്റെ ജോലി ഞാൻ ഇവിടെ സ്ഥിരപ്പെടുത്തിയെന്ന്. എന്നിട്ട് അതിനോടൊപ്പം അവർ പറയുവാണ്, എൻ്റെ അറിവിൽ ഇവിടെ ഒരൊറ്റ വേക്കൻസി ഫില്ലായിട്ടില്ല ഈ DHPസിൽ, എനിക്കറിയത്തില്ല നിനക്ക് എങ്ങനെയാണ് ഈ ജോലി തന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മഹത്വം മാത്രമാണ്. കാരണം അവർ പ്രാർത്ഥിക്കുന്ന സ്ത്രീയൊന്നുമല്ല, പക്ഷേ അവരെ പറഞ്ഞു ഇതൊരു മിറക്കിളാണ്, അതുകൊണ്ട് നിൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ജോലി കിട്ടിയെന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ, ഞാൻ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എനിക്കൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് കയറാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടത് ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചിനോ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ബാംഗ്ലൂരാണ്, അവർക്ക് ഗ്യാസ് ലീക്ക് ഉണ്ടായി, അവരുടെ കിച്ചണിൽ നിന്ന് ഒരു വലിയ തീപിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട ഒരു സാക്ഷ്യം കേട്ടു. അന്ന് മുതൽ ഞാൻ എപ്പോൾ അടുക്കള കയറി കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ എൻ്റെ ഗ്യാസ് ഇങ്ങനെ സിലിണ്ടറിൻ്റെ അവിടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാണ്, എനിക്കൊരു വിധത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കാട് പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തീപിടുത്തം ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഡിസാസ്റ്റർ തന്നെ സംഭവിക്കാമെന്നല്ലോ.
അപ്പോൾ ഒരു ദിവസം ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത് ഭയങ്കര ഒരു ഗ്യാസ് ലീക്കിൻ്റെ മണം. ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം അപ്പം ഞാനത് പുറത്തെല്ലാം പോയി ചെക്ക് ചെയ്തു, ഒന്നും കാണുന്നില്ല. അതിന് പിറ്റേ ദിവസവും ഇത് തന്നെ. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചെന്ന് എല്ലാം ചെയ്തു. ഞാൻ സാധാരണ ഓപ്പൺ ചെയ്യുന്ന കിച്ചൺ ടോപ്പ് തുറക്കാമെന്ന് പോയപ്പം ഞാൻ ക്ലീൻ ചെയ്ത വഴിക്ക് ഞാൻ ഏറ്റവും ചെറുത് അങ്ങോട്ട് തുറന്നിട്ട് ഞാൻ അറിഞ്ഞില്ല അത് തുറന്നു കിടക്കുവാണ്. അത് എനിക്കറിയത്തില്ല. അത് മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, ആ ഭവനം ഇരിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ ഭവനത്തെയും, നമ്മളൊരാൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ആ സമൂഹം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മേനെ കാണിച്ചു തന്നു. ചെറുതും വലുതുമായിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾ. ഞാൻ 12 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് തന്നതിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, പറഞ്ഞാലും തീരത്തില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും യേശു തമ്പുരാൻ ഞാൻ നന്ദി പറയുകയാണ്. പക്ഷെ ഭൗതികമായിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് അപ്പുറം ഞങ്ങളുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഉണ്ടായത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഞങ്ങൾ പ്രാർത്ഥന ഭയങ്കര കുറവായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് പള്ളി പോകുന്നത് ഭയങ്കര കുറവായിരുന്നു. ഞായറാഴ്ച പള്ളി പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഓൺലൈൻ കുർബാന. അതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് ഞാൻ കണ്ടുപിടിക്കും. ഈ ആഴ്ച കോവിഡിൻ്റെ കേസ് കുറവാണ്. അപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ നമ്പർ തരും അവർ, ആ നമ്പറിലുള്ളവരെ കയറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ചുകൂടെ ലേറ്റായിട്ട് പോകും. അപ്പം അത്രയും പേരുണ്ടല്ലോ ഓൾറെഡി പള്ളിക്കകത്ത്, അപ്പം പിന്നെ കയറാൻ മേല എന്നുള്ള ഇതിൽ. പക്ഷെ അത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, സാധിക്കുന്ന അത്രയും സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് അനുഗ്രഹിച്ച് അതിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിന്, പ്രത്യേകിച്ച് ഈ വിദേശത്ത് വളരുന്ന കുഞ്ഞുങ്ങളിൽ ഞങ്ങൾ കാണാറുള്ളതാണ് പ്രാർത്ഥന വളരെ കുറവാണ്. അപ്പം എല്ലാവരുമല്ല. അപ്പം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുമ്പസാരിക്കാനായിട്ടുള്ള കൃപ കിട്ടി. കുമ്പസാരിക്കാനുള്ള കൃപ കിട്ടിയതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഓൺലൈനിൽ ഇരുന്ന സമയത്ത് എനിക്ക് എല്ലാ 2 ആഴ്ചയും കുമ്പസാരിക്കാൻ പോകാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഈ നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കിയ ഒരു ദിവസമാണ് ഞാൻ കണ്ടത് ഇങ്ങനെ 2 ആഴ്ച കുടുംബം കുമ്പസാരിക്കണമെന്ന്. അവിടെ എല്ലാ ദിവസവും ശനി ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും കുമ്പസാരമുള്ള ഒരു കത്തീഡ്രലിലാണ് ഞാൻ കുമ്പസാരിക്കാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 14 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പം ഞാൻ സ്ഥിരം പോകുന്നതാണ് ആ പള്ളിയിൽ. അപ്പോൾ എനിക്കറിയാം ഞാൻ പോകുമ്പോൾ എല്ലാം അവിടെ കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുക. ഇന്നേ വരെ ആ പള്ളി അടച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുമ്പസാരിക്കാൻ പോയ 3 വ്യത്യസ്തമായ ദിവസങ്ങളിൽ പല സാഹചര്യം കൊണ്ട് ആ പള്ളി തന്നെ അവിടെ ഒന്നെങ്കിൽ പള്ളി അടച്ചിട്ടിരിക്കുക, അല്ലെ അവിടെ അന്ന് അച്ഛനില്ല കുമ്പസാരിക്കാനൊപ്പിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞത് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു നല്ല കുമ്പസാരം നടത്താൻ വേണ്ടി എന്തോരം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയെന്ന്. അത് എനിക്ക് 4-ാമത്തെ ദിവസം അനുഗ്രഹമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, എനിക്കറിയാൻ പോലും മേലാത്തൊരു ചേച്ചി, ഞാൻ അവിടെ നിന്ന് എനിക്ക് അന്ന് കുമ്പസാരിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ആ ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ കരയുക, മുഖം പൊത്തിപ്പിടിച്ച്. അപ്പോൾ ആർക്കും കാണത്തില്ല ഞാൻ കരയുന്നെന്ന്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോൾ എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പം ഇങ്ങോട്ട് ചോദിച്ചു, കുമ്പസാരിക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കുമ്പസാരിക്കാനാണ്, പക്ഷേ ഇവിടെ അച്ഛൻ ഇന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞപ്പം ആ ചേച്ചി തന്നെ പറഞ്ഞു സാരമില്ല, ഇന്ന് കുർബാനയ്ക്ക് വരുന്ന അച്ഛനോട് ഞാൻ കുർബാനയ്ക്ക് ശേഷം നിനക്ക് വേണ്ടി കുമ്പസാരം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി മാത്രം ആ ചേച്ചി അച്ഛനെ അവിടെ നിർത്തി എന്നെ കുമ്പസാരിപ്പിച്ചിട്ടാണ് വിട്ടത്. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിരുകുമാരനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ആൾക്കാരെ ഞങ്ങളെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചതിന്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 28-ാം തിരുവചനം. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ടീനുവും ടോണിയും തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനു വേണ്ടിയുള്ളൊരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഇവർ വർഷങ്ങളായിട്ട് ന്യൂസിലാൻഡിലാണ്. പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, 12 വർഷക്കാലം ആയിട്ട് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരുന്ന വലിയ സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളുമെല്ലാം
പരിശുദ്ധ അമ്മ വെറും എയർലിഫ്റ്റഡായി 3 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു കൊടുത്ത വലിയ അത്ഭുത സാക്ഷ്യമാണ് നാം കേട്ടത്. കുഞ്ഞിന് 7 മാസം പ്രായമുള്ളപ്പോൾ തന്നെ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഫ്രീസായി പോകുന്ന, അല്ലെങ്കിൽ ഫിറ്റ്സ് ആണോ, ബ്രെയിൻ പ്രശ്നങ്ങളാണോ, ഹാർട്ട് ഇഷ്യൂ ആണോ, എന്തെങ്കിലും ബ്ലാങ്ക് ആവുന്നതാണോ ഒന്നും കണ്ടുപിടിക്കാനാവാത്ത ഈ അവസ്ഥയിൽ ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ വളരെ പെട്ടെന്നുണ്ടായ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മൾ എത്രമാത്രം ജീവന് വില കൊടുക്കുന്നു, നമ്മൾ എത്രമാത്രം ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണ്, പരിശുദ്ധ അമ്മ എന്തുമാത്രം നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വലിയ തെളിവുകളും അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെയാണ് ടീനു നമ്മോട് പങ്കുവച്ചത്. അതുപോലെ തന്നെ അവർക്കൊരു വീട് വേണമായിരുന്നു. വിദേശത്തൊരു വീട് 6 മാസം കൊണ്ട് സാധ്യമാവുക അസാധ്യമാണ്. പക്ഷേ ടീനു തന്നെ അത് ഏറ്റുപറയുന്നു, ഇതൊന്നും എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ടുണ്ടായതല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് നല്ലൊരു വീടും അതുപോലെ തന്നെ ഇവർക്ക് ജോലി എത്ര തന്നെ ആഗ്രഹിച്ചാലും ലഭിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ജോലി അവർക്ക് ലഭിച്ച് സ്റ്റേറ്റ് ലെവലിലേക്ക് ഈ മകൾക്ക് വേണ്ടി മാത്രമായി പരിശുദ്ധമ്മ മാറ്റിവെച്ച് ഓഫർ കൊടുത്തൊരു നല്ല ജോലി. അങ്ങനെ ഇവരുടെ ജീവിതത്തെ വളരെയധികം അനുഗ്രഹിച്ച് ഇവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഈശോയുടെ വാക്കുകളിൽ അളന്ന് കുലുക്കി നിറച്ച് മടിയിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ഈശോയ്ക്ക് നൽകേണ്ടതിൻ്റെ ഒരു കണക്കാണ് ഈശോ ഇനി നമ്മോട് ചോദിക്കാനിരിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നെല്ലാം ഈശോ നമ്മെ കാത്തുരക്ഷിക്കുന്ന ഒരു നാട് കത്തിപ്പോകാവുന്ന ഒരു വലിയ അപകടത്തെ, ഗ്യാസ് ലീക്കിങ്ങിൽ നിന്നാണ് ഈശോ അവരെ സംരക്ഷിച്ചത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ നാട് പോലും വിശുദ്ധീകരിക്കുന്നതും നമ്മുടെ കുമ്പസാരത്തിലൂടെ നാം ഏറ്റുപറഞ്ഞൊരു വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധിയുടെ ഒരു പരപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് ദിവ്യബലിയിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയുമാണ്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനും കുടുംബത്തെ ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ടിനുവിനും ടോണിയുടെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. പേര് നന്ദിനി, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. അമ്മൻ്റെ പ്രതീക്ഷനും ദൈവനാമം വാഴ്ത്തപ്പെടുത്താനും എന്നെ എൻ്റെ കുടുംബത്തിനും ഈ ദിവ്യമാല ആൾത്താരയിൽ ഇന്നത്തെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബർ 2023 ഓൺലൈനിലായിരുന്നു ഞാൻ ദുബായിലുള്ളപ്പോൾ. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് വീണ്ടും സെപ്റ്റംബർ 9 ആയിരുന്നു. അത് എൻ്റെ അമ്മയിൽ വഴിയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത്. ആദ്യം അമ്മ ഉടമ്പടി എടുത്തത് ജൂൺ 9 ആയിരുന്നു. അത് അടുത്തുള്ള ഒരു ആൻറ്റി റെഫർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലായിട്ട് ഇഷ്യൂസ് ഉള്ള സമയമാണ്, എനിക്ക് ജോലി ഇല്ലാത്ത സമയം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ടെസ്റ്റിമോണി അമ്മൻ്റെ രോഗസൗഖ്യമാണ്. 12 വർഷമായിട്ട് അമ്മയ്ക്ക് അലർജീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദേഹം മൊത്തം ചൊറിച്ചലായിരുന്നു. പിന്നെ യാതൊരു ഫുഡ്, അപ്പോൾ മീനാവട്ടെ, പിന്നെ ചില ഈ ഫുഡ് ഹോട്ടായിട്ടുള്ള ഏത് ഫുഡും കഴിക്കാൻ പറ്റൂല. എന്ത് കഴിച്ചാലും ദേഹത്തിൽ മൊത്തം ചൊറിച്ചലും ഈ ബ്ലഡൊക്കെ ക്ലോട്ട് ആവുമായിരുന്നു. പിന്നെ മുറിവായിട്ട് അതിലൂടെ ഇങ്ങനെ പസ്സൊക്കെ ഫോം ചെയ്യായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്ത് പോവാനും ഡ്രസ്സ് ഇപ്പോൾ ചുടിദാർ ആവട്ടെ സാരി ആവട്ടെ ഇട്ടാൽ ബ്ലൗസൊക്കെ ഇട്ടാൽ കയ്യിൽ മൊത്തമായിട്ട് അലർജീസ് ആയിരുന്നു. അതൊന്നും ഈ 12 ഇയേഴ്സായിട്ട് എത്ര ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും എവിടെ പോയി കൺസൾട്ട് ചെയ്തിട്ടും എന്ത് മെഡിസിൻ കഴിച്ചിട്ടും അത് ക്യൂർ ആവണ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഉടമ്പടി എടുത്ത്, ആദ്യത്തെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അമ്മ ഇച്ചിരി ഡൗൺ ആയി. അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒന്നും നടന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ദുബായിൽ നിന്ന് വരുന്നത്. ഓഗസ്റ്റിലാണ് ഞാൻ ലാൻഡ് ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ഉടമ്പടി അമ്മ ഞാനുണ്ട്. അപ്പോൾ അമ്മയെ വിശ്വസിക്കുക, അമ്മയ്ക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാന് പ്രകാരം അമ്മ എന്തായാലും രോഗസൗഖ്യം തരും. അടുത്ത സെക്കൻഡ് റിന്യൂവൽ പോകുമ്പോൾ അമ്മൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ദേഹത്തുള്ള എല്ലാ പാടുകളും മാറി എല്ലാ അമ്മയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ അമ്മ അത് കേട്ടു. എൻ്റെ മാതാവ് അനുഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കൃപയാലും അമ്മയ്ക്ക് ഇപ്പം എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. ദേഹത്തുള്ള എല്ലാം സ്കാർസും എല്ലാം മാറി കിട്ടി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ക്യൂറായിട്ട് കിട്ടി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2021 ഞാൻ ദുബായിലെത്തിയ. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. പക്ഷേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയാൽ
മാനേജറിൻ്റെ കുറച്ച് ഇഷ്യൂസാല എനിക്ക് അവിടുന്ന് ജോലി 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷം എത്തുമ്പോഴേക്കും ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിസ ക്യാൻസലേഷൻ ഡിലേ ആയതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ജോലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 months ഗ്യാപ്പായി, ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂ. പക്ഷേ ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു, 1 മാസം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിട്ടെങ്കിലും മാതാവ് എന്നെ വിട്ടൂല. മാതാവ് എന്നെ മുറുക്കെ പിടിച്ച് പിന്നെ വിസ പ്രോപ്പറായി ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാം ക്ലിയറായി. നല്ല പോലെ എനിക്ക് വേറൊരു ജോലിയിൽ കയറാൻ പറ്റി. പക്ഷെ അവിടെയും ഇഷ്യൂ, അവിടെ എനിക്ക് പൂർണ്ണമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയില്ല. 3 മാസം ഞാൻ ചെയ്തു. പിന്നെ അവിടെ നിന്നും ഞാൻ ഇറങ്ങേണ്ടി വന്നു. എനിക്ക് ഉള്ളിലൊരു വോയിസ്, നമുക്ക് ഇല്ല നീ ബാംഗ്ലൂർ പൊക്കോ, എനിക്ക് വീട്ടിൽ നിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരി എന്നാൽ ബാംഗ്ലൂരിൽ പോവാം, എന്നിട്ട് അവിടെ പോയി നോക്കാമെന്നുള്ള ഇതിൽ ഞാൻ ദൈവത്തിൻ്റെ മേലെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വിസൻ്റെ കുറേ ഫൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 5 months ഗ്യാപ്പിൽ അമ്മ മാതാവ് അനുഗ്രഹിച്ച പോലെ ഒത്തിരി പേര് എന്നെ സഹായിക്കണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മളൊരു അബ്രോഡിലിരിക്കുമ്പോൾ ജോലിയില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഒരു മാസത്തെ റെൻറ്റ് കൊടുക്കാനും പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഫുഡിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇൻറ്റർസെഷനാൽ എനിക്ക് ഒത്തിരി പേര് എനിക്ക് സഹായിച്ചു. അതേപോലെ ഒരു പ്രോബ്ലമും ഇല്ലാണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തി. ഒരു ഉടമ്പടി എടുത്തു. സെപ്റ്റംബറിൽ ഉടമ്പടി എടുത്തു. പിന്നെ സെപ്റ്റംബർ 3 റിന്യൂവൽ കഴിഞ്ഞു. ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ദുബായിലാവട്ടെ ബാംഗ്ലൂർ ആവട്ടെ എനിക്കൊരു നല്ല ജോലി വേണം. ഞാനാണ് ഡിപ്പെൻഡബിൾ. എൻ്റെ അച്ഛനും അമ്മനെയും കുഞ്ഞിനെയും നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു നല്ല ജോബ് വേണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ 3ാമത്തെ ഉടമ്പടിയിലാണ് എനിക്ക് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായത്. അത് കഴിഞ്ഞതും മേലെ എനിക്കൊരു ജോലി ഉണ്ടായി. അത് വലിയ ജോലി അല്ലെങ്കിലും എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് ഇവിടെ മാർച്ചിൽ കൈവെപ്പ് പ്രാർത്ഥന ആ സമയത്ത് തന്നെ ആയിരുന്നു ഇവിടുത്തെ ബ്രദറിനെ ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ബ്രദർ മൂലം എനിക്കൊരു നല്ല ജോലി കിട്ടി. എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിലും ഞാൻ അതിലൂടെ എനിക്ക് എൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള എനിക്ക് കൃപയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ റിന്യൂവൽ 1 വർഷത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു നല്ല ജോലി ഇവിടെ ബാംഗ്ലൂരിൽ കിട്ടണമെന്ന്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ബിഗ് ഫോർ കമ്പനിയിൽ, വൺ ഓഫ് ദി കമ്പനിയിൽ എനിക്ക് നല്ല മാനേജർ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള സാലറിയും എനിക്ക് അമ്മ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ജോയിനിങ് ഇപ്പോൾ Monday 15th ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ ബർത്ത്ഡേൻ്റെ മുമ്പിൽ എനിക്ക് ജോലി കിട്ടണം. എൻ്റെ ബർത്ത്ഡേ ആ ഫേമിൽ വേണം ഞാൻ ആഘോഷിക്കാൻ. എൻ്റെ ബർത്ത്ഡേ December 17th ആണ്. 15th ആണ് എൻ്റെ ജോയിനിങ്. അമ്മ നമ്മൾ ചോദിച്ചതിനേക്കാളും ഒരു പിടി കൂടുതൽ തരുന്നുള്ള സാക്ഷിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ ഞാനും എൻ്റെ കുടുംബവും ജീവനോടെ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് അമ്മ മാത്രമാണ്. അമ്മയും ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ ജോലിയില്ലാതെയും ഫിനാൻഷ്യൽ പ്രോബ്ലമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അവനോട് പറയാം, അവർക്കായിട്ടുള്ളതല്ല, പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അത് എൻ്റെ യേശുപ്പനും എൻ്റെ മാതാവിനും മാത്രമാണ്. ഇത്ര ചൊല്ലി ഞാൻ നിർത്തുന്നു. ആത്മീയമായിട്ടുള്ള വളർച്ച, ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈശോയോടും അമ്മയോടും നല്ല വിശ്വാസമാണ്, അടുത്ത് അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് ഇൻറ്റൻറ്റായിട്ട് നമുക്ക് ഇനിയും ഒന്നും കൂടി എന്നെ ഈശോയിൽ അടുപ്പിച്ചതും ഈശോനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പിച്ചതും അവനെ കൂടുതലായിട്ട് ഓരോ ദിവസം സ്നേഹിക്കാൻ പറ്റുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഈ സഹനങ്ങളുള്ള സമയത്തും കൂടി ഞങ്ങൾ ദൈവത്തിനെ വിട്ടിട്ടില്ല. എന്നും ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടും അതിന് മുൻപും പ്രാർത്ഥന മുടക്കാറില്ല, കൊന്ത മുടക്കാറില്ല. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ള വിഷമം തന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഫർഗീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചർച്ചിൽ മാസ് മുടക്കാറില്ല, എല്ലാ സൺഡേയും മാസിന് പോവാറുണ്ട്. അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ എനിക്ക് ഞായറാഴ്ച കുർബാന കൂടാത്ത ഏത് ഫംഗ്ഷനും അല്ല വേറെ ഏത് പ്രോഗ്രാമിനും എനിക്ക് പോകാനുള്ള ഇട വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മെർസിഫുൾ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ളത് എന്താണോ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെയാണോ എനിക്ക് സഹായിക്കാൻ പറ്റുക ഞാനത് സഹായിക്കാറുണ്ട്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കാറുണ്ട്.
പ്രേക്ഷക പ്രവർത്തനം ചെയ്യാറുള്ളത് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അതിലൂടെ ഫേസ്ബുക്കിലും. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എല്ലാ മിറക്കിൾസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം മുടങ്ങാതെ ഞാൻ 5:30 കാണും. പിന്നെ അച്ഛൻ പിന്നെ വിട്ടുപോയ കാര്യം, ഈ ഇൻ്റർവ്യൂസ് എനിക്ക് വരുമ്പോൾ എല്ലാം ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലത്തെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വന്നതും എനിക്ക് ഒരുപാട് അടയാളങ്ങൾ എനിക്ക് തിരിയിലുകൂടെ തിരുഹൃദയവും പരിശുദ്ധാത്മാവും അമ്മേൻ്റെ പ്രസൻസും പിന്നെ ഫ്രേഗ്രൻസും മോളിന് റെയിൻബോ വരെ കണ്ടിട്ടുണ്ട്. പിന്നെ തിരിയിൽ കണ്ട എല്ലാ അപ്ഡേറ്റ്സാണ് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നതും എല്ലാം. ഞാൻ പ്രാർത്ഥിച്ച പോലെ കൊന്ത മാസത്തിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ 31-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഇൻ്റർവ്യൂ, എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ. ആ സമയം വരെ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു 31st ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന്. അതേപോലെയാണ് November 7th മോള് പറഞ്ഞു, അത് മാതാവ് എന്നെ പറയിപ്പിച്ചതാണ്, അമ്മ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും 7th സെലക്ഷൻ വരും, കോള് വരും, നിങ്ങൾ സെലക്ട് ആണ്. അതേപോലെ 7-ാം തീയതി നവംബർ മോള് പറഞ്ഞ പോലെ തന്നെ, മാതാവ് പറയിപ്പിച്ച പോലെ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയതും എനിക്ക് 14th നവംബറിലാണ്. അതും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മ മാതാവെ എല്ലാവരുടെ മുമ്പിലും തലയോർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫർ ലെറ്റർ ഞാൻ നാട്ടിൽ പോകണ മുമ്പ് എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ 15th മോർണിംഗ് ആയിരുന്നു എൻ്റെ ട്രെയിൻ. എനിക്ക് 14th ഈവനിങ് തന്നെ എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ അയച്ചിട്ട് ബ്ലെസ്സിങ് ആയിട്ട് തന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ പറയാൻ പോകുന്നത്, എൻ്റെ കർത്താവിനോടും എൻ്റെ അമ്മയോടും ഞങ്ങളെ ഇതുവരെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദികൾ പറയുന്നു. ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും അനുഭവിച്ചാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഒരുപാട് സങ്കടങ്ങൾ, പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും എല്ലാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ഞങ്ങൾക്ക് ധൈര്യം തന്ന് ഇന്നും ഞങ്ങളുടെ വീട് ഞങ്ങളെ നിലനിർത്തി. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു. എല്ലാം പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ഒരു വീട് വാങ്ങിച്ചത്. ആ വീട് 5 വർഷം ഒന്നും പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഇതാ 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ലോണുകളൊന്നും കെട്ടാൻ പറ്റാതായി. എൻ്റെ മോൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി ജോലിയിൽ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഏക ഉള്ളത് ഒരു മകൾ മാത്രമാണ്. ഞങ്ങളാകെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ദൈവത്തിന് ഇതുവരെയും ഞങ്ങളെ സഹായിച്ച എൻ്റെ ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഞങ്ങളെ ഇതുവരെയും സഹായിച്ചവർക്കും ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-ാം തിരുവചനം. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നന്ദിനി എന്ന ഈ മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് ഏറ്റുപറയുന്നത് ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടക്കടലിൽ നിന്ന് കരകയറ്റിയതിൻ്റെ നന്ദിയായിട്ടാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിനി എന്ന് നന്ദി പറയുന്നത്. ജീവിതാവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെട്ട സമയത്ത് ജോലിയില്ലാതെ വിഷമിച്ചപ്പോൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ, നന്ദിനിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ നല്ല സാലറിയുള്ള ഒരു ജോബ് ഈ ബാംഗ്ലൂർ തന്നെ മകളെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് നന്ദിനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈശോ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്. ഈശോ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ പറയുന്നുണ്ട്. നാം എപ്പോഴെല്ലാം നമ്മെ തന്നെ മറന്ന് ഈശോയുടെ രാജ്യവും ഈശോയുടെ തിരുമനസ് അന്വേഷിക്കുവാൻ നാം തയ്യാറായോ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് നമുക്ക് പറയാം. ഈശോ പറയുന്നത്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം, നമുക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് തന്നെ കുരുവികളേക്കാൾ വയലിലെ പുഷ്പങ്ങളേക്കാൾ എല്ലാം മനോഹരമായിട്ടാണ് ഈശോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നതും. ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നീ തീരുമാനിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം നിനക്ക് തരും. കാരണം നീ നിൻ്റെ നേർച്ചകൾ നിറവേറ്റുന്നു. നമ്മുടെ നേർച്ചകൾ എന്നുള്ളത് നമ്മുടെ ഉടമ്പടി നിബന്ധനകളാണ്. അതാണ് നമ്മുടെ നേർച്ചകൾ എന്ന് പറയുന്നത്. നാം ഭണ്ഡാരത്തിലിടുന്ന നേർച്ചപ്പെട്ടിയിലിടുന്ന കാശല്ല നമ്മുടെ നേർച്ച. നമ്മുടെ ഏറ്റവും കാരുണ്യം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്ക് നേർന്നെടുക്കാനുള്ളത്, നമുക്ക് നേടിയെടുക്കാനുള്ളത്.
പരിശുദ്ധ അമ്മ നമുക്ക് അതിനു വേണ്ടി നമ്മെ സഹായിക്കുകയും നമ്മെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നന്ദിനി പറയുകയുണ്ടായി, എല്ലാ സമയത്തും പരിശുദ്ധ അമ്മ ഇവരുടെ കൂടെ സഞ്ചരിച്ച ഒരു വലിയ ജീവിതാനുഭവം. ഇനി ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കുന്നു. ഈശോ എനിക്കുള്ള എല്ലാ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു വലയം എനിക്ക് വേണ്ടി തീർത്തിരിക്കുന്നു. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. ഞാൻ ആഗ്രഹിച്ചത് ഡിസംബർ 17 എൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് ഈശോ എനിക്കിത് തരണം. ഞാനത് ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിച്ചതാണ്. അല്പം പോലും തന്നെ നവംബർ 1 എത്താതെ തന്നെ ഡിസംബർ 31 തന്നെ ആ ഇൻ്റർവ്യൂ അവസാനിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരം ഏറ്റെടുക്കുകയും നല്ല ഒരു ജോബ് ഓഫർ നൽകി മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ജീവിതാവസ്ഥകളിലും ഇവൾ നന്ദിനി നന്ദി പറയുന്നത് എങ്ങനെയാണ്? ഒരു യൂട്യൂബ് ചാനൽ ഈശോയുടെ നാമത്തിൽ തന്നെ ഉണ്ടാക്കി അതിൽ ഇൻസ്റ്റൻ്റായി കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചപ്പോൾ ഒരാൾ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചു, മറ്റ് 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാരും തിരിച്ചു വന്നില്ലല്ലോ എന്ന് ഈശോ സങ്കടത്തോടെ ചോദിക്കുന്നതിനൊരു ഉത്തരമാണ് ഇന്ന് നന്ദിനി ഇവിടെ പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസം പോലും വളരെ അത്ഭുതമാണ്. അതുപോലും ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യമേറ്റ് പറയുന്നു. എനിക്കിന്ന് ആരോടും സങ്കടമില്ല, ആരോടും പരാതിയില്ല. ഈ ജീവിതാനുഭവങ്ങളെല്ലാം എനിക്ക് ലഭിച്ചത് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് നന്ദിനി പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് ഒരുങ്ങിയത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജീവിതാവസ്ഥകളിൽ കുടുങ്ങിക്കിടക്കുന്ന വഴിവിട്ട ജീവിതങ്ങളിൽ എല്ലാ മക്കളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, വീടില്ലാതെ വിഷമിക്കുന്നവരെ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദിനിയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലിൻചു കുരുവിള. ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, മക്കൾ മരിയ, നെയ്തൻ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 സെപ്റ്റംബർ 18 ഓൺലൈനായിട്ടാണ്. അതിനുശേഷം ഒരു 2 മാസങ്ങൾ കഴിഞ്ഞ് നവംബർ 18 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ പുതുക്കലിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ മാതാവ് നൽകിയ വലിയൊരു അത്ഭുതം പറയാനാണ് ഞാനിപ്പോൾ ആദ്യമേ പറയുന്ന അതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരു വേസ്റ്റ് മൂടി കിടക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു 9 വർഷമായിട്ട്. ആ 9 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിനുശേഷം അന്നേരം പോകുമ്പോൾ ആ കിണറ്റിൽ വെള്ളം വളരെ കുറവായിരുന്നു. കുറച്ച് കലങ്ങിയ വെള്ളം, താഴെ മാത്രം, ഒട്ടും ഒരടി പോലും ഹൈറ്റിൽ വെള്ളമില്ല. അതിൽ കുറച്ച് ഓയിലൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. നമ്മളത് യൂസ്ലെസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ 9 വർഷം കഴിഞ്ഞ് 2022 ഞങ്ങൾ വീണ്ടും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു. അപ്പോൾ കാണുന്നത് ആ കിണറിൽ ഏകദേശം 27 അടിയിൽ കൂടുതൽ താഴ്ചയുള്ള കിണറാണ്. അതിൻ്റെ 23 അടിയോളം ഹൈറ്റിൽ വേസ്റ്റ് നിറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കിണർ മണ്ണിറക്കി മൂടണം. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് മണ്ണിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി കുറേ നാളത്തേക്ക് മാസങ്ങളോളം ടോക്കണൊന്നും ഫ്രീ ഇല്ല, കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് വിട്ടു. അതിനുശേഷമാണ് ഞാൻ 2023 ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതിലൊരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു, ഒരു ആൻറ്റി പറയുന്നുണ്ട്, അവർ കിണർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല. അപ്പോൾ കൃപാസന അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കിണറിൽ നല്ല ഉറവ വന്നെന്നും വെള്ളം വന്നെന്നും. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഈ കിണറിൻ്റെ കാര്യം സമർപ്പിച്ചുകൂടാന്ന്. ഞാനങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ അമ്മയുടെ ചെറിയ കാശുരൂപം ആയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയത്. ആ കുർബാനയിൽ ഉടനീളം ഞാൻ ഈ കിണറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. തിരികെ വന്ന് ഒരു ചാറ്റൽ മഴയുള്ള ദിവസമാണ്. തിരികെ വന്ന് ഞാൻ കിണറ്റിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഈ കിണർ മൂടുന്നതാണ് ദൈവഹിതമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മണ്ണുകാരെ കാണിച്ചു തരണം. അതല്ല ഇത് കിണറായിട്ട് തന്നെ കിടക്കണമെങ്കിൽ അമ്മ ഇതിൽ വെള്ളം കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കയറിപ്പോയി അമ്മയുടെ കാശുരൂപം ഇട്ടിട്ട്.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ മറന്നുപോയി. ഉച്ച കഴിഞ്ഞ് മോനെ വിളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കിണറിൻ്റെ വേസ്റ്റിൻ്റെ മേളിലായിട്ട് 1.5 അടി ഹൈറ്റിൽ ഞാൻ വെള്ളം കണ്ടു. സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ എത്ര ഹെവി റെയിൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ ആ കിണറ്റിൽ ഒരു ശകലം പോലും വെള്ളം കണ്ടിട്ടില്ല. അങ്ങനെ അത് 3 ദിവസം അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 2 പേര് നിന്ന് 3 ദിവസം പണിതിട്ടാണ് ആ വേസ്റ്റ് എല്ലാം ഒരു ടിപ്പർ ലോറിയിലും പിന്നെ ഒരു മിനി വാനിലുമായിട്ടാണ് മാറ്റിയത്. ഞാൻ അതിന് വന്ന പണിക്കാരോടെല്ലാം അമ്മയും ഈശോയെയും കുറിച്ചെല്ലാം പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു നോക്കാം, വെള്ളം കാണാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ താഴെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കാശുരൂപവും ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം വീണ്ടും ഇട്ടു. എൻ്റെ കയ്യിൽ വേളാങ്കണ്ണിയിലെ മണ്ണും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഞാൻ വീണ്ടും വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ച് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 റിങ് ഹൈറ്റിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുണ്ട്. ഞങ്ങളത് അക്വേറിയത്തിലേക്കും പ്ലാന്റ്സിനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം, ഒരു അത്ഭുതം. അതിനുശേഷം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് രോഗസൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് അഡിനോമയോസിസ് എന്നൊരു കണ്ടീഷൻ എൻ്റെ യൂട്രസിലുണ്ടായിരുന്നു. ഞാൻ 2023 മാർച്ചിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിങ് ആയിരിക്കും, സിവിയർ പെയിൻ ആയിരിക്കും, ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. അങ്ങനെ മാർച്ചിൽ എനിക്ക് പീരീഡ്സോടുകൂടി ഹെവി ബ്ലീഡിങ് വന്നു. 7 ദിവസമായിട്ടും അത് സ്റ്റോപ്പ് ആകുന്നില്ല. അതൊരു ട്യൂസ്ഡേ ആണ്. അന്ന് രാവിലെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി ഈശോയെ എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ട്യൂസ്ഡേ ആണ്. അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആദ്യം പറഞ്ഞത് ഈ വാക്യമാണ്. അപ്പോൾ ഞാൻ ആ ഇരുപ്പിൽ തന്നെ ആ സാക്ഷ്യം മുഴുവൻ കണ്ടു തീർത്തു. അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. പിന്നീട് ഇന്ന് വരെ 2023 പിന്നീട് ഇന്ന് വരെ എനിക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. നോർമൽ പീരീഡ്സ് ആയിട്ട് വരുന്നു. പെയിനും ഇല്ല, വളരെ അന്ന് വന്ന പോലെയുള്ള പെയിനൊന്നും ഇല്ല. പണ്ടുണ്ടായിരുന്ന അതേ രീതിയിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്, എനിക്ക് 29 വർഷമായിട്ട് സൺബേൺ അലർജിയും ഹെഡേക്കും ഉണ്ടായിരുന്നു. ഹെഡേക്ക് ഈ സൺബേൺ അലർജി വരുമ്പോഴാണ്, വെയിൽ കൊള്ളുമ്പോഴാണ്. ഞാൻ കുട പിടിച്ചാലും എനിക്ക് പ്രശ്നമായിരുന്നു. മുഖത്തെല്ലാം റെഡ് പാച്ച് വരും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഓയിൻമെൻറ്റ്, സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2024 ജപമാല റാലിയിൽ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ വന്നപ്പോൾ ഹസ്ബൻഡ് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുട പിടിച്ചോ അല്ലെ ഇനി പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട പിടിച്ചാൽ എനിക്ക് ജപമാല ചൊല്ലാൻ അത് ഡിസ്റ്റർബൻസ് ആവുമെന്നുള്ളത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് പിന്നീട് സൺബേൺ അലർജിയും വന്നിട്ടില്ല, വെയിലും കൊണ്ടുള്ള ഹെഡേക്കും വന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. ഹസ്ബൻഡിന് ഫേസിലെല്ലാം സിസ്റ്റിക് ആക്നെ വരുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ആക്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻറ്റിബയോട്ടിക് എടുത്താൽ മാത്രമേ അത് കുറയത്തുള്ളായിരുന്നു. പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് ബാൻഡേജ് ഒട്ടിച്ച് പോകേണ്ട അവസ്ഥ, ഫേസിൽ ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അത് ഇന്ന് വരെയും ഹസ്ബൻഡിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇനി അടുത്തതായിട്ട് എൻ്റെ മോൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. മോളുടെ കാലിൽ ഒരു ആക്രോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കാലിലെ സ്കിന്നിൽ, വിരലിൻ്റെ അടിയിൽ
അത് സ്കിന്നെല്ലാം പീലായി, സംടൈംസ് ബ്ലഡ് വരും, പസ്സ് വരും, ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അപ്പം ഷൂസും സോക്സും ഒന്നും ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് കഴിഞ്ഞ വർഷം മുഴുവൻ മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു, കുറവുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മോൾക്ക് ഈ വർഷമെങ്കിലും ആദ്യം തുടങ്ങി ഫുൾ യൂണിഫോമിൽ സ്കൂളിൽ പോകാൻ സാധിക്കണം, അമ്മ സഹായിക്കണം, അമ്മ മോളെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന കാലമാണ്. ഇപ്പോൾ ഒരു 98% മോൾക്ക് സൗഖ്യം ലഭിച്ചു. പൂർണ്ണമായി മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ മോള് ആത്മീയമായിട്ട് ഒത്തിരി മാറി. 2024 ജപമാല റാലിയിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് വരാനിരുന്നത്. പക്ഷെ മോള് പറഞ്ഞു എനിക്കും വരണമെന്ന്. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ മനസ്സില്ലായിരുന്നു, കാരണം ആളധികം നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മോള് പറഞ്ഞു എന്നെ അമ്മ വിളിക്കുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മോള് നടന്നോളും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, അത് നിന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യാഞ്ഞത്. പക്ഷെ മോളെ കൊണ്ടുവന്നു. അതിന് പെട്ടെന്ന് മോള് 2 ദിവസം കൊണ്ട് ജപമാലയെല്ലാം പഠിച്ചു. അതിനുശേഷം മോള് തിരിച്ചു ചെന്നപ്പോൾ മുതൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ജീവിതവും നയിച്ചു വരുന്നു. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇത്രയാണ് ഞങ്ങൾക്ക് ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങൾ. പക്ഷേ ആത്മീയമായി ഒത്തിരി ഞങ്ങളെ ഈ കൃപാസനത്തിൽ വന്നതിലൂടെ ഞങ്ങൾ ആഴപ്പെട്ടു. എൻ്റെ ഒരു സിസ്റ്റർ വഴിയാണ്, സിസ്റ്ററിൻ്റെ കൊളീഗിൻ്റെ ഒരു സാക്ഷ്യം അയച്ചു തന്നതിലൂടെ ഞങ്ങൾ ഇവിടെ വരാനിടയായത്. ഞങ്ങൾ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഈ മോന് കൊടുത്ത ഒരു രോഗസൗഖ്യത്തിലൂടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അമ്മ കൂടെയുണ്ട് ധൈര്യമായിരിക്കാനായിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഉടമ്പടി ജീവിതം നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റും, എനിക്ക് പ്രത്യേകിച്ചും ഉടമ്പടിക്ക് മുൻപും ഉടമ്പടിക്ക് ശേഷവും 2 ലൈഫാണ്. ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാ സൺഡേയും കുർബാനയ്ക്ക് പോകും, മക്കൾ സൺഡേ സ്കൂള്, ഫാമിലി പ്രെയർ, ബൈബിൾ റീഡിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈശോയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. എൻ്റെ ബൈബിൾ റീഡിംഗ് ഒക്കെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും, കാരണം എളുപ്പം മനസ്സിലാവും, വായിക്കാം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ 3 പ്രാവശ്യം ബൈബിൾ മുഴുവനും വായിച്ചു. 4ാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ വായിക്കുകയല്ല കേട്ടോ, ഞാൻ ആഴത്തിൽ ഈശോയെ സ്നേഹിച്ച് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു കൃപ കിട്ടി. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ നിയോഗങ്ങൾ ഞാൻ അധികം ഓർക്കാറില്ല. പിന്നെ എനിക്ക് സഹനങ്ങൾ ധാരാളം ഉണ്ട്, ഉടമ്പടിയിലാണെങ്കിലും സഹനങ്ങളുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം എത്ര ഹെവി ഹാർട്ടഡ് ആയിരുന്നാലും എനിക്ക് ഒരു ജപമാലയുടെ ദൂരം മാത്രമേ ഉള്ളൂ ആ വേദനയെല്ലാം പോയി ഞാനൊന്ന് ലൈറ്റ് ആവാൻ. ഞാൻ രാവിലെ ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലും. ആ സമയങ്ങളിലെല്ലാം അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഞാൻ പോലും അറിയില്ല എൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ എവിടെ പോയെന്നുള്ളത്. അത്രത്തോളം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ 3 പ്രാവശ്യം മഴവില്ല് കണ്ടിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും മെഴുകുതിരിയിൽ വരാറുണ്ട്. കൂടുതലും പച്ചത്തിരിയിലാണ് അമ്മയുടെ സാന്നിധ്യം കാണാറുള്ളത്. സുഗന്ധാഭിഷേകം പലതവണ ലഭിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഞാനും മക്കളുമായിട്ടിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപം ഉണ്ടാകും. ഒരിക്കൽ കാശുരൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കും അമ്മയുടെ സുഗന്ധാഭിഷേകം ആ ജപമാല ചൊല്ലി തീരുവോളം ലഭിച്ചു. മഴവില്ലിൻ്റെ സാന്നിധ്യം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജൂലൈയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ അമേരിക്കയിൽ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം
ആ 3 ദിവസവും മഴവില്ലിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, അമ്മ എനിക്ക് സുഗന്ധാഭിഷേകമായിട്ടും മെഴുകുതിരിയിലും എല്ലാം അമ്മ എനിക്ക് വരും, പക്ഷേ മഴവില്ല് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ഞാൻ മോളെ ട്യൂഷനാക്കി തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഒരു ഓട്ടോയിൽ കയറി ആൾക്ക് കൃപാസന പത്രം കൊടുത്തു. ഒരു കൊച്ചു പയ്യനാണ്. ആ പയ്യൻ പറഞ്ഞു, ഞാനൊരു പെന്തിക്കോസ് വിശ്വാസിയാണ്, എനിക്കിത് വിശ്വാസമില്ല മാതാവിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീടെത്തുവോളം എൻ്റെ കിണറിൻ്റെ സാക്ഷ്യവും മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ലഭിച്ച അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞു. ആൾ വലിയ ഹാപ്പിയായി. തിരിച്ച് വന്നിറങ്ങി. ഞാൻ മഴവില്ല് അന്ന് തന്നെ ഞാൻ മഴവില്ല് കണ്ടു. പിന്നീട് ഈ 2025 കഴിഞ്ഞ മാസം ഞങ്ങൾ 4 പേരുടെ ജപമാല റാലിയിൽ വന്നു. മാരാരി ബീച്ച് എത്തിയപ്പം മോൻ പറഞ്ഞു കുറച്ച് സമയം ഒന്ന് ഇരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ബീച്ചിനെ ഫേസ് ചെയ്തിരുന്നപ്പോൾ അവിടെയും ഞങ്ങൾ മഴവില്ലിൻ്റെ സാന്നിധ്യം ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇതൊക്കെയാണ്. ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, നിരവധി അനവധി അനുഭവങ്ങൾ ഉണ്ട് മാതാവ് തന്നത്. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ RCCയിൽ എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു സാക്ഷ്യത്തിൽ, ഒരു ആർമി ഓഫീസറുടെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു RCCയിൽ സൺഡേയിൽ ക്യാൻറ്റീൻ ഇല്ലയെന്ന്. അങ്ങനെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ സൺഡേയിൽ 25 പൊതിയോളം ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വേറെ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പേരൂടെ വന്ന് അറൗണ്ട് 50 ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ സൺഡേയും ആശാഭവൻ എന്ന് പറഞ്ഞിട്ടൊരു മാനസിക രോഗികളുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 5 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോൾ പുറത്തിറങ്ങിയാലും ആരെയും സഹായിക്കും. നീഡി ആയിട്ടുള്ളവരുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി ഒത്തിരി പേര് റോഡിലൊക്കെ കാണും, അവർക്കെല്ലാം ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. അവരവരുടെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവർക്ക് കൃപാസനത്തെക്കുറിച്ചും പറയും. പിന്നെ ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സ്നാക്കാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. മണി കൊടുക്കാറുണ്ട്. 2 ഫാമിലിയെ ഞങ്ങൾ പറ്റുന്ന വിധത്തിൽ എല്ലാ മാസവും സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ മിക്ക മാസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് 4 ബാഗോളം പത്രം വാങ്ങാറുണ്ട്. എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കൂടുതലും റോഡിലൂടെ ഞാൻ നടക്കും. എന്നിട്ട് കേൾക്കാൻ ക്ഷമയുള്ളവരോട് എൻ്റെ അനുഗ്രഹങ്ങളും ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എല്ലാം പറയും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും ബസ്സിലും ബസ് സ്റ്റോപ്പിലും ഹോസ്പിറ്റലിലും പള്ളിയിലും എല്ലായിടത്തും ഞാൻ കൊടുക്കും. ചിലരൊക്കെ റിജക്റ്റ് ചെയ്യും, പക്ഷേ എനിക്കുണ്ടായ അനുഭവങ്ങൾ കൂടുതലും വളരെ സന്തോഷത്തോടെ മേടിക്കുന്നതാണ്. കാശുരൂപവും മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തേനും എല്ലാം വാങ്ങി എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. മാക്സിമം ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കാണാൻ ശ്രമിക്കും. ഞാനത് എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് അമ്മയുടെ കരം പിടിച്ച് ഈശോയെ സ്നേഹിച്ച് എനിക്ക് നിത്യതയോളം പ്രവേശിക്കണം എന്നാണ് ആഗ്രഹം. കുറവുകളുണ്ട്. അമ്മ എന്നിരുന്നാലും ഞങ്ങളെ, എൻ്റെ കുടുംബത്തെയും കരുതി ഇത്രത്തോളം എത്തിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 78:15. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു, അവർക്ക് കുടിക്കുവാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി. ലിൻചു എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ, മരിയൻ ഉടമ്പടി സാക്ഷ്യങ്ങളെ അമ്മ മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുക, ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെടുത്തുകയുമാണ്. നമുക്ക് പലപ്പോഴും ദൈവാനുഭവം ഉണ്ടാവാതെ പോകുന്നതിന് കാരണം, ദൈവശക്തി നമ്മളിൽ പ്രവഹിക്കാത്തതിന് കാരണം, പാപം നിറഞ്ഞ മനുഷ്യൻ പാപത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളിലും വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളെ ഇടപെട്ട് വിശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈശോയുടെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈശോയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോലും മടിയുള്ളവരാണ്. ഈശോ നമ്മോട് പറയുന്ന തിരുത്തലുകൾ, അനുതാപത്തിൻ്റെ ജീവിതം, വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം, അതിലേക്ക് നീങ്ങി നിൽക്കുവാൻ നമ്മൾ മടിയുള്ളവരായി മാറുന്നു. നമ്മൾ മഴയത്ത് കുടപിടിക്കുന്നത് പോലെ തന്നെ മഴ കൊള്ളാതെ നടക്കാമെന്ന് പറയുന്നത് പോലെ ദൈവകൃപ നമ്മുടെ മേൽ നിരന്തരം ചൊരിയുവാൻ ഈശോ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പാപത്തിൻ്റെയും കൗശലങ്ങളുടെയും
അസൂയകളുടെയും കാപട്യങ്ങളുടെയും കുട പിടിച്ചുകൊണ്ട് അത് ശരീരത്ത് വീഴാതെ അകറ്റുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കാണ് വിളിക്കുന്നത്, എളിമപ്പെടുവാനാണ് വിളിക്കുന്നത്. അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ദൈവശരണത്തോടു കൂടി ജീവിതത്തെ സമർപ്പിക്കുമോ അത് വലിയ അടയാളങ്ങളിലൂടെ, വലിയ അനുഭവങ്ങളിലൂടെ ദൈവത്തിന് ഉറപ്പുള്ള ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സഹോദരി പ്രത്യേകമാവിധം സൂചിപ്പിച്ചൊരു മേഖലയാണ് കാരുണ്യ പ്രവർത്തികളുടേതും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെതും. സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുവാൻ എപ്പോഴൊക്കെ നിരന്തരം ശ്രദ്ധിക്കുന്നുവോ അത് ഓരോന്നും അനുഗ്രഹമായിട്ട് തിരികെ വീട്ടിൽ വരികയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ ഏതാനും പ്രാർത്ഥന ചൊല്ലിയുള്ള ജീവിതമല്ലത്, മറിച്ച് ലോകത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഔദാര്യത്തോടെ നന്മ ചെയ്യുവാനും സ്നേഹത്തോടു കൂടി ഈശോയെക്കുറിച്ച് പറയുവാനുമുള്ള ജീവിതമാണത്. നമ്മൾ അങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരും. നാം ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അമ്മ മാതാവ് എല്ലാ ഇല്ലായ്മകളും ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ് കാനായിലെ കുറവിനെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ സമൃദ്ധി കൊടുക്കുവാൻ അമ്മ ഇടപെടുന്നത്. നമ്മുടെ കുടുംബത്തിലെ കുറവ് എന്താണോ ആ കുറവുകളെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് സമാധാനം, സമൃദ്ധി, സുരക്ഷിതത്വം, ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് മാറ്റുന്നതിന് അമ്മ സഹായിച്ചു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടതൊന്നു മാത്രം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞതുപോലെ ദൈവ തിരുമനസ്സിന് ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നവരായി നാം ഓരോരുത്തരും വളരുക എന്നത് മാത്രമാണ്. ദൈവ തിരുമനസ്സിന് ജീവിതത്തെ കീഴ്പ്പെടുത്തി വളരുക. നമ്മുടെ അഹങ്കാരത്തിൻ്റെതല്ല, നമ്മുടെ ആസക്തിയുടേതല്ല, നമ്മുടെ പണത്തിൻ്റെതല്ല, നമ്മുടെ ബിരുദത്തിൻ്റെയോ കഴിവിൻ്റെയോ അല്ല, മറിച്ച് ദൈവകൃപയാൽ ജീവിത വിഷയങ്ങൾക്ക് മേൽ, നമുക്ക് പരിഹാരമില്ലാത്ത എല്ലാത്തിൻ്റെയും മേൽ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പിച്ച് പറയുവാനാവുക. അങ്ങനെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് അമ്മ മാതാവ് നമ്മളെ കൈപിടിച്ച് നടത്തും. നാം ദൈവത്തിൻ്റെ അരികിലേക്ക് എളിമപ്പെട്ട് വരുമ്പോൾ നമ്മളെ വലിയവരാക്കുവാൻ അമ്മ മാതാവ് ഈശോയുടെ അരികിൽ നിരന്തരം കരം കൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് കിട്ടിയ ആത്മീയ നവോന്മേഷത്തിന് കൃത്യമായി പറയുന്നുണ്ട്, ഒരു പഴയ ജീവിതവും ഉടമ്പടിക്ക് ശേഷമുള്ളൊരു പുതിയ ജീവിതവും. ആത്മീയ നവോന്മേഷത്തിന്, രോഗസൗഖ്യങ്ങൾക്ക്, ജീവിത ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും പ്രത്യേകമാവിധം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.